ഗവർണർക്കെതിരായ ഹർജികൾ പിൻവലിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെ എതിർത്ത കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. ബില്ലുകളിൽ ഒപ്പുവെക്കുന്നതിലെ കാലതാമസത്തിനെതിരെ കേരളം നൽകിയ റിട്ട് ഹർജികൾ പിൻവലിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി. രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയായിരുന്നു കേരളം ഹർജികൾ പിൻവലിക്കാൻ തീരുമാനിച്ചത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ 2023 ബില്ലുകളിൽ ഒപ്പുവെക്കുന്നതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി കേരളം 2 റിട്ട് ഹർജികൾ സുപ്രീം കോടതിയിൽ നൽകിയത്. സമാനമായ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതിയിൽ നിന്നും നിർണായക വിധി ഉണ്ടായി. തുടർന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ വിധി ചൂണ്ടിക്കാട്ടി കേരളം ഹർജികൾ പിൻവലിക്കാൻ അപേക്ഷ നൽകിയത്. എന്നാൽ തമിഴ്നാടിന്റെ ഹർജിയിലുണ്ടായ വിധി കേരളത്തിന് ബാധകമല്ലെന്നും രാഷ്ട്രപതിയുടെ റഫറൻസിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ഹർജി പിൻവലിക്കാൻ ആവില്ലെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. രാഷ്ട്രപതിയുടെ റഫറൻസ് 5-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കാനാവില്ലെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും വാദിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ വേണുഗോപാൽ ശക്തമായി എതിർക്കുകയും ഹർജികൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നതായും ആവർത്തിച്ചു. കേന്ദ്രം ഉന്നയിച്ച എതിർപ്പുകൾ തള്ളിക്കൊണ്ടായിരുന്നു ജസ്റ്റിസുമാരായ PS നരസിംഹ, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. സർവകലാശാലകളെയും സഹകരണ സംഘങ്ങളെയും സംബന്ധിച്ച നിയമ ഭേദഗതികൾ അടങ്ങുന്ന ബില്ലുകൾ 7 മാസം മുതൽ 24 മാസം വരെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചുവച്ചത്. ഇതോടെയാണ് കേരളം നിയമപോരാട്ടവുമായി സുപ്രീം കോടതിയിൽ എത്തിയത്. കൈരളി ന്യൂസ്, ദില്ലി.